മലപ്പുറം കൂരിയാട് നിർമ്മാണത്തിലിരുന്ന ദേശീയപാത ഇടിഞ്ഞു താഴ്ന്ന ദൃശ്യങ്ങൾ 24-ന് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2:15 കൂടിയായിരുന്നു അപകടം. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. വെടിയുണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ്. നേരത്തെ ഈ സൈഡിൽ ഒറ്റക്കല്ലിൽ കെട്ടിയിരിക്കുന്ന ഈ മതിൽ മതിയാവൂ എന്നൊക്കെ ചില ആളുകൾ വിമർശന ബുദ്ധി ഉന്നയിച്ചിരുന്നു. അപ്പോൾ അവരെ കളിയാക്കിയ കുറേ അധികം മറുപടികൾ ആ പോസ്റ്റിനൊക്കെ താഴെ കാണാമായിരുന്നു. കൃത്യം ആ കല്ലുകൾ ഇളകി അത് ഇരിക്കുന്ന കാഴ്ച ആണ് പ്രേക്ഷകർ കാണുന്നത്. ദേശീയപാത ഇടിഞ്ഞ സർവീസ് റോഡിലേക്ക് വീഴുകയും സർവീസ് റോഡടക്കം തകരുകയൊക്കെ ചെയ്തിരുന്നു. ദേശീയപാത അതോറിറ്റി പരിശോധന നടത്തി 2-അംഗ സംഘം സ്ഥലത്തെത്തി. നടപടികളിലേക്കൊക്കെ കടക്കുകയാണെങ്കിൽ കൂടിയും ഇതിൽ നിർമ്മാണപ്പിഴവ് വളരെ പ്രകടമായ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ്. അത് നിർമ്മാണത്തിലും ദേശീയപാത ഇടിഞ്ഞു താഴുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ആ സമയത്തെ ദൃശ്യങ്ങളാണ് കാണുന്നത്. സംഭവത്തിൽ ഇതുവരെ സ്വീകരിച്ച നടപടികളും പരിഹാര മാർഗങ്ങളും ദേശീയപാത അതോറിറ്റി ഇന്ന് ഹൈക്കോടതി അറിയിച്ചേക്കും. കൂരിയാട് അപകടമുണ്ടായ സ്ഥലത്തിൻ്റെ സമീപ പ്രദേശങ്ങളിലെ വീടുകളും സുരക്ഷാ ഭീഷണിയിലാണ്. ദേശീയപാതയ്ക്ക് വേണ്ടിയുള്ള അശാസ്ത്രീയ ഓവുചാൽ നിർമ്മാണമാണ് കാരണം. അതേസമയം കോഴിക്കോട് തിരുവങ്ങൂർ മേൽപ്പാലത്തിലെ വിള്ളൽ താൽക്കാലികമായി അടച്ചു. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കൂടി. എത്രത്തോളം അത് ഈ അടയ്ക്കൽ എത്രത്തോളം പ്രാക്ടിക്കലാണെന്നും എത്രത്തോളം അത് ശാസ്ത്രീയമാണെന്നും, മഴ കൂടുതൽ കനക്കുകയാണെങ്കിൽ, ഇന്നിപ്പോൾ മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇന്നലെയും ഇന്നുമായി സത്യം പറഞ്ഞാൽ ഇന്നലെയും ഇന്നുമാണ് യഥാർത്ഥത്തിൽ മഴ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ പെയ്തു തുടങ്ങിയത്. ഇന്നിപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ആ മേഖലയിലൊക്കെ വലിയ മഴ പെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന താൽക്കാലികമായി അടയ്ക്കുന്നതൊക്കെ എത്ര കാലം നിൽക്കും എന്നൊക്കെ നമുക്ക് ആ മഴ കഴിയുമ്പോൾ വേണമെങ്കിൽ പറയാം. തൃശ്ശൂർ ചാവക്കാട് വിള്ളലുണ്ടായ ഭാഗത്ത് നിന്ന് പരിശോധന നടത്തുന്നുണ്ട്. സമീർ ബിൻ കരീം ചേരുന്നു. സമീർ സി മുഹമ്മദ് കോഴിക്കോട്ടുമുണ്ട്. ആദ്യം സമീർ ബിൻ കരീമിലേക്ക് പോകുന്നു. സമീർ, കൂരിയാട് പാലം നമ്മൾ അത് പൊളിഞ്ഞ് കിടക്കുന്ന ശേഷമുള്ള ദൃശ്യങ്ങളാണ് കണ്ടത്. അത് ഇടിഞ്ഞു താഴുന്ന ദൃശ്യങ്ങൾ എത്രത്തോളം ഗുരുതരമാണ് ആ നിർമ്മാണ പിഴവ്, എത്രത്തോളം ഭീകരമാണ് ദൃശ്യങ്ങളെന്ന് വ്യക്തമാക്കുന്നു സമീർ. ഹാഷ്മി, ഈ കൂരിയാട് അപകടം നടക്കുന്ന സമയത്തെ ദൃശ്യങ്ങളാണ് ഇന്ന് 24-ലൂടെ പുറത്തു വന്നിരിക്കുന്നത്. സമീപത്തെ ക്ലിനിക്കിലൊരു ഡോക്ടറാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത്. അപകടം ഉണ്ടായതിനു ശേഷം ഈ റോഡ് തകരുന്നതൊക്കെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ആ സമയത്ത് ഈ സർവീസ് റോഡിലൂടെ 3 വാഹനങ്ങളായിരുന്നു കടന്നു പോയിട്ടുണ്ടായിരുന്നത്. ആ വാഹനത്തിലുണ്ടായിരുന്നവർ വാഹനത്തിന് പുറത്തിറങ്ങി അവിടെ കുടുങ്ങിക്കിടക്കുന്നതും അവർ ശബ്ദമുണ്ടാക്കുന്നതും ഒക്കെ തന്നെ ആ ദൃശ്യങ്ങളിൽ പ്രകടമാണ്. ഏതായാലും ഈ വാഹനത്തിൻ്റെ ബോണറ്റിലേക്കും മിററിലേക്കും ഒക്കെയാണ് ഈ കല്ലും മണ്ണുമെല്ലാം തന്നെ വന്ന് വീണിട്ടുള്ളത്. അവരെല്ലാം തന്നെ നിലവിൽ വലിയ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഈ അത്ഭുതകരമായിട്ടുള്ള അല്ലെങ്കിൽ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളതാണ്. തലപ്പാറ സ്വദേശി ഈ നിസാമുദ്ദീനും കുടുംബവുമായിരുന്നു ഈ വാഹനത്തിലുണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ നിസാമുദ്ദീൻ്റെ കുടുംബം വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. നിസാമുദ്ദീന് ഇറങ്ങാനും കഴിയാത്തൊരവസ്ഥയായിരുന്നു. കാരണം ഈ കല്ലും മണ്ണുമെല്ലാം തന്നെ വാഹനത്തിൻ്റെ ഡോറിലേക്ക് അടക്കം വന്ന് വീണതുകൊണ്ട് ഡോറും സീറ്റ് ബെൽറ്റും എല്ലാം തന്നെ ലോക്കായ സ്ഥിതിയിലായി. പിന്നീട് അദ്ദേഹം മറ്റൊരു ഭാഗത്തിലൂടെ മറ്റൊരു ഡോറിലൂടെ പുറത്തേക്ക് ഇറങ്ങി രക്ഷപ്പെടുകയായിരുന്നു. ഇത് തൻ്റെ രണ്ടാം ജന്മമാണ് എന്നുള്ളതായിരുന്നു അന്ന് അദ്ദേഹം 24-മായി സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ അപകടത്തിൻ്റെ വ്യാപ്തിയും എത്രത്തോളം അശാസ്ത്രീയമാണ് നിർമ്മാണവും എന്നുള്ളതൊക്കെ തന്നെ വളരെ വ്യക്തമാകുന്ന ദൃശ്യങ്ങളാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ പല രീതിയിൽ ഈ KNRC നിർമ്മാണ കമ്പനിയെയും അതോടൊപ്പം തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയും ഒക്കെ തന്നെ നാട്ടുകാർ സമീപിച്ചതാണ്. ഇത്തരത്തിലുള്ള ഒരു നിർമ്മാണം അശാസ്ത്രീയമാണ്, ഇത് ഇവിടുത്തെ മണ്ണിനെക്കുറിച്ച് പഠിക്കാതെയുള്ള നിർമ്മാണമാണ്, ഇത് അപകടത്തിലേക്ക് നയിക്കുമെന്നുള്ള മുന്നറിയിപ്പ് ഇവിടുത്തെ നാട്ടുകാർ പലതവണ ഉറക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അതൊന്നും തന്നെ മുഖവിലക്കെടുക്കാതെ കേൾക്കാൻ തയ്യാറാകാതെ അവഗണിച്ച് നിർമ്മാണവുമായി മുന്നോട്ട് പോയതാണ് ഈ ഒരു അപകടത്തിലേക്ക് വിളിച്ചു വരുത്തിയത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ആക്ഷേപം എന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് KNRCക്കെതിരെയും നടപടി വന്നിരിക്കുന്നത് വരെ ഡീബർ ചെയ്തിരിക്കുകയാണ്. ഈ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ടുണ്ടായ ഈ വീഴ്ചയാണ് അല്ലെങ്കിൽ ഫലമില്ലാത്തതാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. ഹാഷ്മി, കൂരിയാട്ടെ കാര്യങ്ങൾ പറയായിരുന്നു സമീർ ബിൻ കരീം. ഇനി കോഴിക്കോട്ടെ കാര്യങ്ങൾ സമീർ സി മുഹമ്മദ് പറയും. സമീർ, അവിടെ തിരുവങ്ങൂർ പാലത്തിൽ അല്ലെങ്കിൽ 400 മീറ്ററോളം വിള്ളലുണ്ടായി എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇനിയും മഴ കനക്കുകയാണെങ്കിൽ അതിന് മെയിൻ്റനൻസ് ഇപ്പോൾ തന്നെ അടിയന്തരമായി ശാശ്വതമായി ഉണ്ടാവുന്നില്ലെങ്കിൽ കുറച്ച് ഗുരുതരമാവില്ലേ കാര്യങ്ങൾ സമീർ? തീർച്ചയായും ഹാഷ്മി, ഇപ്പോൾ മഴ തുടങ്ങിയതേ ഉള്ളൂ. ആ തുടക്കത്തിൽ തന്നെയാണ് ഈ വിധത്തിൽ 400 മീറ്ററോളമാണ് തിരുവാങ്ങൂർ മേൽപ്പാലത്തിൽ വിള്ളൽ വീണിരിക്കുന്നത്. അത് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടിയാണ് താൽക്കാലികമായി ഒരു പരിഹാരം അവർ കണ്ടെത്തിയിരിക്കുന്നത്. അത് താൽക്കാലികമായി അടച്ചിരിക്കുന്നു. പക്ഷേ അടച്ച ഇടങ്ങളിൽ പോലും വീണ്ടും വിള്ളൽ വീഴുന്ന കാഴ്ചയുണ്ട്. മാത്രമല്ല, മഴ കനത്താൽ അതിനകത്തുകൂടെ വീണ്ടും വെള്ളം ഇറങ്ങും. ആ വിള്ളൽ വീണ്ടും
വലിയ രീതിയിലേക്ക് അത് മാറുകയും ചെയ്യും. അതിൻ്റെ ഒരു ആശങ്കയാണ് പ്രദേശവാസികളെല്ലാം തന്നെ പങ്കുവെക്കുന്നത്. അപ്പോൾ തന്നെ അതിൻ്റെ ഉദ്ഘാടനം ഏതാനും മാസങ്ങൾക്കകം തന്നെ നടത്താനിരിക്കുകയാണ്. ആ വേളയിൽ കൂടിയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ പ്രദേശവാസികൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില പരാതികൾ ഉന്നയിച്ചിരുന്നു. വെള്ളം അതിനകത്ത് തങ്ങി നിൽക്കുന്ന ഘട്ടമുണ്ടായാൽ അത് വലിയ അപകടങ്ങൾക്ക് വഴിവെക്കുന്നു. മാത്രമല്ല അതിൻ്റെ സർവീസ് റോഡ് താഴ്ഭാഗത്ത് കൂടെ പോകുന്നു. ആ ഭാഗത്തേക്ക് കൂടുതൽ അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആവശ്യമാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദേശീയപാത അതോറിറ്റിയുടെ കോഴിക്കോട് ഓഫീസിലേക്ക് അവർ മാർച്ച് നടത്തുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അന്നൊന്നും കാര്യമായൊരു ഇടപെടലും ഉണ്ടായില്ല. ഇപ്പോൾ ഇത്തരം ഒരു വിള്ളൽ വീഴുകയും അതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്ക കൂടി പുറത്തു വരികയും ചെയ്യുമ്പോൾ ഇനി എന്താണ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നടപടി എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഇപ്പോൾ താൽക്കാലികമായി അത് അടച്ചിട്ടുണ്ട്. പക്ഷേ ആ അടച്ച ഇടങ്ങളിൽ വീണ്ടും വിള്ളൽ വീഴുന്നു. അതിലൂടെ വെള്ളം ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. മഴ കനത്താൽ ഒരുപക്ഷേ വലിയൊരു അപകടങ്ങൾക്ക് ഇടയാക്കാനുള്ള സാധ്യതയുമുണ്ട്. അത്തരം കാര്യങ്ങളും പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഹാഷ്മി. ഓക്കെ, സമീർ ബിൻ കരീമും സമീർ സി മുഹമ്മദുമാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. പരിസ്ഥിതിയാഘാത പഠനം നടത്താതെ, കേരളത്തിൻ്റെ മണ്ണിൻ്റെ ഘടന പഠിക്കാതെയൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ, ഒരു ഹോംവർക്കും ചെയ്യാതെ ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ. കാര്യം കേരളത്തിൽ ഒരു ഭാഗത്ത് മാത്രമല്ല പല ഭാഗത്തും ഇത്തരത്തിലുള്ള ദേശീയപാത തകർച്ച സൂചിപ്പിക്കുന്നത് അത് കുറച്ച് ഗുരുതരമാണ്. അത് കൂടുതൽ മഴയൊക്കെ കനക്കുമ്പോഴേക്കും ഏതൊക്കെ ദേശീയപാതകളെ എവിടെ കീടിയാൻ പോകുന്നു എന്ന് കാത്തിരുന്ന് കാണാം. അങ്ങനെ ഇടിയാതിരിക്കട്ടെ.